ആലപ്പുഴ ജില്ലയിലെ 8 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. നവീകരിച്ച ആലപ്പുഴ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അരൂർ മണ്ഡലത്തിലെ അരൂർ, ആലപ്പുഴ, പാതിരപ്പള്ളി, കുട്ടനാട്, വീയപുരം, അമ്പലപ്പുഴ, പുറക്കാട്, ഹരിപ്പാട്, ആറാട്ടുപുഴ, മാവേലിക്കര, നൂറനാട്, കായംകുളം, പെരിങ്ങാല, ചെങ്ങന്നൂർ, മാന്നാർ എന്നീ 8 വില്ലേജ് ഓഫീസുകളാണ് സ്മാർട്ട് ഓഫീസുകളാക്കുക. ഓരോ വില്ലേജ് ഓഫീസിനും 45 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. ലോകത്തിലെ വിവിധ 10 രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് കേരളത്തിലുള്ള അവരുടെ ഭൂമിയുടെ പോക്കുവരവ് നടത്താനും ഭൂമി തരം മാറ്റുവാനും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആ രാജ്യങ്ങളിൽ തന്നെ ഇരുന്ന് ഓൺലൈനായി ചെയ്യുന്നതിനുള്ള സംവിധാനം റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പല ഭാഗത്തും നെൽപ്പാടങ്ങൾ അനധികൃതമായി മണ്ണിട്ട് നികത്തുന്നത് തടയും. അനധികൃതമായ മണ്ണിട്ട് നികത്തിയ പാടങ്ങളും തണ്ണീർത്തടങ്ങളും കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുവാനും നടപടിയുണ്ടാകും. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി കെ രാജൻ ചെക്കുകൾ കൈമാറി. എംഎൽഎമാരായ എച്ച് സലാം, പി ചിത്തരഞ്ജൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ സി എബ്രഹാം, സബ് കളക്ടർ സമീർ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വളരെ മനോഹരമായിട്ടുണ്ട് ഈ കളക്ടറേറ്റിൻ്റെ കോൺഫറൻസ് ഹാളും കളക്ടറുടെ ഓഫീസും. നല്ല ശ്രദ്ധയോടെ പ്ലാനിൽ ഉൾപ്പെടുത്തി റവന്യൂ വകുപ്പ് കൈമാറിയിട്ടുള്ള കളക്ടറേറ്റ് നവീകരണത്തിൻ്റെ ഹെഡിൽപ്പെടുത്തി 1 കോടി രൂപ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ നല്ലതുപോലെ നിർമ്മാണം പൂർത്തിയാക്കി ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നവർക്കും അതുപോലെ തന്നെ കളക്ടറെ കാണാൻ എത്തിച്ചേർന്നവർക്കുമൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു ഓഫീസും കോൺഫറൻസ് ഹാളുമായി ഇതിനെ മാറ്റാൻ കഴിയുന്നു. പലപ്പോഴും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മണ്ണിൻ്റെയും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുടെയും കസ്റ്റോഡിയന്മാരാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളത് കൊണ്ട് ആ പ്രവർത്തനത്തിൽ അതിവേഗം പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം സമാഹരിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ 1,80,000 പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്തു. 1,80,877. ഇനി കേരളത്തിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് 1,20,000 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പട്ടയ മിഷൻ ഭൂമി തരംമാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കും.